ഞങ്ങളുടെ വേദന ഉണ്ട്, ഞങ്ങൾക്ക് നല്ല വേദന ഉണ്ട്. എന്തെന്നറിയോ, ഞങ്ങളുടെ അപ്പനാണ് കടലിൽ കാണാനില്ലാത്തത്. ഒരമ്മ ഇതേപോലൊരു അവസ്ഥയിൽ 5 തെങ്ങ് 2 മക്കളെ മരിച്ച നിലയിൽ കിട്ടി, ഒരു മകനെ ഇന്ന് വരെ കാണാനില്ല. 3 ആൺമക്കൾ ഉണ്ടായിരുന്നതിൽ 2 മക്കളെ തിരിച്ചു കിട്ടി, കടലിനെ തിരിച്ചു കിട്ടിയത് മരിച്ച നിലയിലാണ്. ഒരു ആൺമകനെ, ആ ആൺമകനെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നൊരു പ്രതീക്ഷയിൽ ജീവിക്കുമ്പോൾ എന്ത് ഉത്തരവാദിത്തമാണ് നമ്മുടെ സർക്കാരിന് പറയാനുള്ളത് അവരോട്? രണ്ടാമത്തെ കാര്യം, ഇവിടെ MLA വന്നപ്പോ കാര്യങ്ങള് സംസാരിച്ചു, പെട്ടെന്ന് തന്നെ പോയി. ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ആയിരുന്നു പുള്ളിയുടെ ഇവിടത്തെ ദൈർഘ്യം. അതിനുശേഷം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഫിഷറീസിൽ പോയി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ തിരച്ചിലിന്റെ കാര്യങ്ങളുടെ അന്വേഷണത്തിന് ഞങ്ങൾ ഒരു കോള് വിളിച്ചായിരുന്നു പുള്ളിന്. അന്ന് പുള്ളി ഞങ്ങളോട് സംസാരിച്ചത്, അവനുണ്ടായിരുന്നു അവിടെ, അവൻ സംസാരിക്കുകയായിരുന്നു. അപ്പോ സംസാരിക്കുമ്പോ പുള്ളി പറഞ്ഞത് ഇങ്ങനെ, നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നോ? ഈ ഹാർബറും കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നത്, പക്ഷെ ഇപ്പൊ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എത്ര മരണങ്ങൾ അവിടെ സംഭവിച്ചു, എത്ര ജീവനുകൾ പൊലിഞ്ഞു. ഇന്നും 3 ആൾക്കാരെ കിട്ടാനില്ല. നമസ്കാരം. കടലിൽ ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവന് ഇവിടുത്തെ സർക്കാർ നൽകുന്ന വില എന്താണ്? വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ തരത്തിൽ ഉയരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 8 ദിവസമായിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയെ വിഴിഞ്ഞത്ത് കാണാതായിരിക്കുന്നു. 3ഓളം മത്സ്യത്തൊഴിലാളികളാണ് വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് ഇപ്പോൾ കാണാതായിരിക്കുന്നതും അവർ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവരുടെ വീട്ടുകാർ കാത്തു നിൽക്കുന്നതും. പക്ഷേ ഇത്തരത്തിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. അതിനേക്കാൾ ഉപരി ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടുന്ന സർക്കാർ സംവിധാനങ്ങൾ അതിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുന്നു എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന്റെ വീടിന് മുൻവശത്താണ്. അവരുടെ മക്കൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. കണ്ടോമാരടുത്ത് പോയി എനിക്ക് ചോദിക്കാൻ പറ്റും. ഇന്ന് ഭരിക്കുന്ന സർക്കാരിനോടെ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഭരിക്കുന്നത് മറ്റൊരു സർക്കാരായിരുന്നെങ്കിലും ഇത് ചോദിക്കുക തന്നെ ചെയ്യും. അത് ചോദിക്കുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കമ്മ്യൂണിറ്റി, വി ആർ റെപ്രസെന്റിങ് അവർ കമ്മ്യൂണിറ്റി. ഇത് മാത്രമേ പറയാനുള്ളൂ. പ്രസ് മീറ്റ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? മുഖ്യമന്ത്രി ഞങ്ങളെ പ്രസ് മീറ്റ് വഴിയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പ്രസ് മീറ്റിലെ 2 മാധ്യമ പ്രവർത്തകര് അങ്ങോട്ട് ചോദിച്ചാണ്, അവിടെ ഒരു സന്ദർശനം വകുപ്പ് മന്ത്രിയെങ്കിലും അങ്ങോട്ടൊരു സന്ദർശനം നടത്തിയോ എന്നുള്ളതാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോ അത് നമുക്ക് അറിയാന്നുള്ളതല്ലേ, തീരദേശമല്ലേ, ഇത് ഒരു ലാഘവത്തോടു കൂടിയുള്ളതാണ്, കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ളതാണ്. ഇത് ആര് ചെയ്താലും തെറ്റാണ്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയും ഇങ്ങനെ പറയാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റിയും നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ല. നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അക്ഷരം പഠിക്കുന്നത് മാത്രമല്ല, മൂല്യങ്ങൾ പഠിക്കുന്നത് കൂടിയുമാണ്. നല്ല വിദ്യാഭ്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയും ഒരു കമ്മ്യൂണിറ്റിയും അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുകയില്ല. അത് നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ സംസാരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്, അവരുടെ ഒരു ഇതാണ്. ഇവര് ഹെലികോപ്റ്റർ എടുത്തിട്ട് അമ്മായിയച്ഛന്റെ വീട് കറങ്ങാൻ പോയല്ലോ, ഇവിടെ ഒന്നും നോക്കിയോ ഹെലികോപ്റ്ററിൽ? അങ്ങനെയെങ്കിലും അത് നോക്കിയോ? ശരി, പോട്ടെ. അടിയന്തര സഹായം എന്തുകൊണ്ട് 8 ദിവസമായിട്ടും ഇന്ന് വരെയും ആർക്കും കിട്ടാത്തത്? ഞങ്ങളുടെ വേദന ഉണ്ട്, ഞങ്ങൾക്ക് നല്ല വേദന ഉണ്ട്. എന്തെന്നറിയോ, ഞങ്ങളുടെ അപ്പനാണ് കടലിൽ കാണാനില്ലാത്തത്. ഒരമ്മ ഇതേപോലൊരു അവസ്ഥയിൽ 5 തെങ്ങ് 2 മക്കളെ മരിച്ച നിലയിൽ കിട്ടി, ഒരു മകനെ ഇന്ന് വരെ കാണാനില്ല. 3 ആൺമക്കൾ ഉണ്ടായിരുന്നതിൽ 2 മക്കളെ തിരിച്ചു കിട്ടി, കടലിനെ തിരിച്ചു കിട്ടിയത് മരിച്ച നിലയിലാണ്. ഒരു ആൺമകനെ, ആ ആൺമകനെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നൊരു പ്രതീക്ഷയിൽ ജീവിക്കുമ്പോൾ എന്ത് ഉത്തരവാദിത്തമാണ് നമ്മുടെ സർക്കാരിന് പറയാനുള്ളത് അവരോട്? അവർക്ക് എന്ത് മറുപടി നൽകാൻ പറ്റും? ഇത്രയും നാളായിട്ട് എന്ത് ആശ്വാസമാണ് ഇതുവരെ ആ വ്യക്തികൾക്ക് കൊടുത്തിട്ടുള്ളത്? അതിനെന്ത് മറുപടി പറയും? ഉറപ്പായിട്ടും ആശ്വാസ വാക്കുകൾ കൊണ്ട് ഒന്നും ആകില്ല. അത് അവര് പറയും. കാരണം ഞാൻ അനുഭവിക്കില്ല, എനിക്ക് 2 ആശ്വാസം പറയുന്നതുകൊണ്ട് മാത്രം ആവുന്നില്ല. പക്ഷേ ഉത്തരവാദിത്വമാണ് എന്തോന്ന്, ആശ്വസിപ്പിക്കുക എന്നുള്ളത്. ആശ്വസിപ്പിക്കുക എന്നുള്ളത് അവരുടെ രീതിയിലുള്ള ഉത്തരവാദിത്വം. ആശ്വാസം എന്ന് പറയുന്നത് ഇവനെ ഞാൻ ഇങ്ങനെ നിന്ന് തളർന്നതല്ല ആശ്വാസം. ഇവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവിടെ ആശ്വാസം ഉണ്ടാവുന്നത്. അത് ഇവിടെ കുറെ ആശ്വാസ പ്രകടനങ്ങളും നമ്മൾ കണ്ടായിരുന്നു. എന്താണ്,
ഒരു കാണാതായ വ്യക്തിയാണ്. ഇതുവരെ ഒരു വ്യവസ്ഥയില്ല. വീട്ടിൽ വരിക, മകനോടെ അമ്മയോടെ കാണുക, കണ്ടുപോവുക. മക്കളെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ആരെങ്കിലും ചോദിച്ചോ? മക്കളെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സഹായം വേണോ? ഇത് ഇവർ ഇന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഇന്ന് ചോദിച്ചിട്ടും കാര്യം, നമ്മൾക്ക് മാക്സിമം അവരിപ്പോ പറഞ്ഞ രീതിയിൽ, ഇപ്പൊ നമ്മുടെ അടുത്ത് കളക്ടർ പറഞ്ഞ അനുസരിച്ച് സെർച്ച് നടക്കണമെന്ന് പറഞ്ഞ് വൈകുന്നേരം കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ് കിട്ടും. ആ അപ്ഡേറ്റ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം ഇവർ വർക്ക് ചെയ്യുന്നു പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ഓഖി വന്നു കഴിഞ്ഞ സമയം തൊട്ടേ ഇവര് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ ജീവനുകൾ കടലിൽ പൊലിയത്തില്ലായിരുന്നു. കടലിൽ ഈ ജീവൻ പൊലിയുന്നത് ഇന്നും ഇന്നലെ ഒന്നല്ല, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാർബർ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവന സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എത്ര ജീവനുകളാണ് ഹാർബറിൽ പൊലിഞ്ഞു പോകുന്നത്. അപ്പോ ഇത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണോ അതോ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണോ? അപ്പൊ അതിനനുസരിച്ചുള്ള നടപടി അവരെടുക്കണ്ടേ? അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പുലിമുട്ട് സ്ഥാപിക്കലോ അങ്ങനെ എന്തെങ്കിലാണെങ്കിലും അതിനനുസരിച്ച് ഇത് ശാസ്ത്രീയമായിട്ടുള്ള മനുഷ്യ ജീവന് സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ അതിനെ വികസിപ്പിക്കണ്ടേ? പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് വന്നത് ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന് പുള്ളിക്കാരൻ. അത് ഞാൻ ഒരിക്കലില്ല എന്ന് പറയത്തില്ല. പുള്ളിയാണ് ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പുള്ളിക്കും വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഇത്രയും വീക്കാണല്ലോ. പുള്ളിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്. പുള്ളി നമ്മുടെ അടുത്ത് അത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പുള്ളി നമ്മുടെ കൂടെ നിന്ന്, നമ്മുടെ കൂടെ ഒരു ബലം പോലെ നിന്നാണ് പുള്ളി സംസാരിച്ചത്. അതിന് ഞാൻ പുള്ളിയോട് എപ്പോഴും കടമുള്ളവനായിരിക്കും എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഉത്തരവാദിത്തമാണ് പുള്ളി ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ ഉത്തരവാദിത്തമാണ് പുള്ളി ചെയ്തത്. പക്ഷെ പുള്ളി നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ MLA വന്നപ്പോ കാര്യങ്ങൾ സംസാരിച്ചു, പെട്ടെന്ന് തന്നെ പോയി. ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ആയിരുന്നു പുള്ളിയുടെ ഇവിടത്തെ ദൈർഘ്യം. അതിനുശേഷം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഫിഷറീസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ തിരച്ചിലിന്റെ കാര്യങ്ങളുടെ അന്വേഷണത്തിന് ഞങ്ങൾ ഒരു കോള് വിളിച്ചായിരുന്നു പുള്ളിന്. അന്ന് പുള്ളി ഞങ്ങളോട് സംസാരിച്ചത്, അവനുണ്ടായിരുന്നു അവിടെ, അവൻ സംസാരിക്കുകയായിരുന്നു. അപ്പോ സംസാരിക്കുമ്പോ പുള്ളി പറഞ്ഞത് ഇങ്ങനെ, നിങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നോ? ഇത് നമ്മളോട് പറയേണ്ട ഒരു സംഭവം. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സും അവരുടെ കയ്യിലുള്ള റിസോഴ്സും ഒന്നാണോ? അവരുടെ കയ്യിൽ അപ്ഡേറ്റഡ് ആയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടും, അപ്ഡേറ്റഡ് ആയതോ ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട റിസോഴ്സുകൾ, സാങ്കേതിക വിദ്യയൊന്നും ഞാൻ പറയുന്നില്ല, റിസോഴ്സുകൾ ഉണ്ടായിട്ട് അവര് കൊണ്ടുവരാത്ത അപ്ഡേറ്റ് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവര് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ അപ്ഡേറ്റ് കൊണ്ടുവന്നു. അവര് കൊണ്ടുവന്ന അപ്ഡേറ്റ് പ്രകാരമാണ് അടുത്ത ദിവസത്തെ അവിടുത്തെ കോസ്റ്റൽ പോലീസുകാരുടെ ഫിഷറീസ് ഓഫീസേഴ്സിന്റെ സെർച്ച് നടന്നത്. അവര് കൊണ്ടുവന്ന അപ്ഡേറ്റ് പ്രകാരമാണ്, അവര് പറഞ്ഞ ദിശയിൽ നിന്നാണ് അതിനുശേഷം അടുത്ത ദിവസം സെർച്ച് നടന്നത്. അവരന്ന് പറഞ്ഞു ആ സെർച്ചിൽ ബലം ഉണ്ടാകില്ലെന്ന്. അന്ന് അവിടെ നിന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ബലം ഉണ്ടായില്ല തന്നെ. കാര്യം എന്താ, അവര് പോയി അവരുടെ വള്ളങ്ങളിലെടുത്ത് സെർച്ച് ചെയ്ത് അതുപോലെ ഒരു വള്ളത്തിലാണ് അവർ വീണ്ടും പോകുന്നത്. 2 വള്ളങ്ങളെടുത്ത് അവർ 5 വള്ളങ്ങളിൽ പോയി, ഇവർ 2 വള്ളങ്ങളിൽ പോയി. അതാണ് വ്യത്യാസം. എത്ര എണ്ണയാണ് അല്ലെങ്കിൽ എത്ര ഡീസലാണ് ആ വെള്ളത്തിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നത്, എത്ര ദൂരമാണ് അവർക്ക് പോകാൻ പറ്റുന്നത്? അത് പറ്റാത്തത് കൊണ്ടല്ലേ നമ്മൾ വലിയ ഇത് ആവശ്യപ്പെട്ടത്. പിന്നീടാണ് നമുക്ക് ആ സഹായം കിട്ടുന്നത്. നമുക്ക് ആവശ്യം, അതായത് ഓഖിയുടെ സമയത്ത് ഈ രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആണെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് ഇതിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല? ശരി, നമുക്കൊരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലോ? ഈ അപകടം മുൻകൂർ ഈ അപകടം നമുക്ക് ഇവിടെ വൈകുന്നേരം അറിയാൻ പറ്റുന്നുണ്ടല്ലോ. കടലിൽ ഉടനെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഉടനടി തിരിച്ചു വരണമെന്ന് നമുക്ക് അവരെ വിളിച്ച് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഉടനടി അപകടം ഉണ്ടാവുന്ന ആ സാഹചര്യം, ആ പ്ലേസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റി, കൃത്യമായിട്ട് നമുക്ക് അവിടെ ട്രാക്ക് ചെയ്ത് എത്താൻ പറ്റൂലായിരുന്നു. അതായത് നമുക്ക് സൈറ്റിൽ വരുന്നത് 2 മണിക്കാണ്. അവരുടെ സൈറ്റിൽ വരുന്നത്, ഇത് നമ്മൾ അവരുടെ സൈറ്റ് നോക്കിക്കൊണ്ടല്ല ഇരിക്കുന്നത്, മനസ്സിലാക്കണം. സൈറ്റിൽ വരുന്നത് 2 മണിക്കാണ്. 1 മണിക്ക് ഇവിടെ ഉള്ള ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇവരവിടെ എത്തുമ്പോൾ അരമണിക്കൂറിനകത്തിന് അവരെ അങ്ങോട്ട് കടലിൽ കയറി കാണും. ഇവിടെ അനൗൺസ്മെന്റ് നടക്കുന്നത്, വിഴിഞ്ഞത്ത് അനൗൺസ്മെന്റ് നടക്കുന്നത് 4 മണിക്കാണ്. ആ സമയത്ത് അവർ ഉൾക്കടലിലായിരിക്കും. ആ സമയത്ത് ഇവർക്ക് എന്തോന്ന് റേഞ്ച് അവിടെ കിട്ടുമോ? ഞാൻ അതാണല്ലോ പറയുന്നത്. നമുക്കൊരു 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സമാധാനമായിട്ട് കടലോര ദേശത്തുള്ള പാവപ്പെട്ട വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് സമാധാനത്തോടെ അവർ പോയിട്ട് തിരിച്ചു വരുന്ന വിശ്വാസത്തോടെ കിടക്കാൻ പറ്റുമായിരുന്നു. 2-way കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ.
കടലിൽ പണിക്ക് പോകുമ്പോൾ എന്താണ് ഏതാണെന്ന് അറിയാതെ തീ തിന്നാണ് ഓരോ രാത്രികളും ഓരോ പകലുകളും ഇവിടെയുള്ള സ്ത്രീകൾ ജീവിക്കുന്നത്, ഇവിടെയുള്ള കുട്ടികൾ ജീവിക്കുന്നത്. കാരണം അവിടെ എന്ത് നടക്കുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊരു വിവരമില്ലാതെയാണ് അവർ കഴിയുന്നത്. എന്നൊരു വിവരമില്ലാതെ, അവരെ എന്ത് സംഭവിക്കുന്നു എന്നൊരു വിവരമില്ലാതെ. ഉച്ചയ്ക്ക് 2 മണിക്ക് പോയി വലപ്പണിയാണ് പോകുന്നത്, ഉൾപ്പണിക്കാണ് പോകുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിരാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ എത്തും, ഇല്ലെങ്കിൽ അവര് ഇതൊക്കെ വെച്ച് വലയൊക്കെ അണച്ച് വരുമ്പോഴത്തേക്കും രാവിലെ 10 മണിയാവും. ചില സമയങ്ങളിൽ ഉച്ച സമയവും ആവും. ഇത്രയും നേരം അവര് പണി ചെയ്തുകൊണ്ടിരിക്കും. ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അവർക്ക് ലീവ് എടുക്കണം. എല്ലാരും സ്കിൽഫുൾ ആയിട്ടുള്ള വർക്കിന് സ്കിൽഫുൾ ആയിട്ട് തന്നെ ആളുകളെ നിയമിക്കണം. ഇപ്പൊ ആർമിയിൽ നമ്മൾ എക്സാം എഴുതി മാത്രമാണ് കയറുന്നത്. ഹൈറ്റ് നോക്കും, ബാക്കി എല്ലാം നോക്കും. കേരളത്തിലൊരു നിയമം നടക്കുന്നത് PSC. PSCയിൽ ഇപ്പൊ എന്താണ് നടക്കണമെന്ന് അറിയാമല്ലോ. സ്കിൽഫുൾ ആയിട്ടുള്ള വർക്കിന് PSC നോക്കി വന്നിട്ട് കാര്യമുണ്ടോ? ശരി, അവർ എത്രത്തോളം പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് എഫിഷ്യന്റ് ആയിട്ട്. കഴിവുള്ളവයි അവിടെ ചുമ്മാ ഇരിക്കും. ഇവർ ഇത്രയും എഫിഷ്യന്റ് ആണ്, ഭയങ്കര ആക്റ്റീവ് ആണ്, അങ്ങനെയെങ്കിൽ ഓക്കെ വന്ന സമയത്ത് പ്രളയം വന്നപ്പോ ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളെ വിളിക്കുന്നു. കുറച്ച് ബോട്ട് മാത്രം ചോദിച്ചാൽ പോലും. സ്കിൽഫുൾ ആയിട്ടുള്ള വർക്കിന് സ്കില്ലുള്ള ആൾക്കാരെ തന്നെ നിയമിക്കണം. നമ്മുടെ നാട്ടില് അത് നടക്കില്ല. കാരണം പണമുള്ളവൻ പണം കൊടുത്ത് റെക്കമെൻഡേഷനും മറ്റു കാര്യത്തിന് എങ്ങനെ കയറ്റാം, അങ്ങനെയുള്ള രീതിയാണ്. എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയല്ല, നമ്മൾ കഴിവുള്ളവ നിന്നുണ്ടെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ നിൽക്കുമായിരുന്നു. മഴ തിരിച്ചു വരെ അവരെ അന്വേഷിച്ച് കൊണ്ടുവരും. നമ്മളിങ്ങനെ പോയി പാടുപെടേണ്ട ആവശ്യം വരത്തില്ല. ഒരു മണിക്കൂറിൽ പണ്ട് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് 1 മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇറങ്ങണമെങ്കിൽ പെർമിഷൻ മേടിക്കണം. പെർമിഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മള് നിങ്ങളുടെ ആ സാധനങ്ങൾ മാത്രമല്ല, ഇല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിൽ കഴിഞ്ഞ നമ്മളെ ഓക്കെ എന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളെ കയറ്റിപ്പോ എത്ര പേരെ രക്ഷപ്പെടുത്തി. അതുവരെ ഇവർക്ക് ആരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവസാനം കൂടുതൽ പ്രഷർ വന്നപ്പോഴാണ് മത്സ്യത്തൊഴിലാളികളെ കയറ്റിപ്പോ എത്ര പേരെ ഇവർ രക്ഷപ്പെടുത്തിയത് എല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പൊ ഈ സംഭവം നടന്നല്ലോ, കുറച്ച് പേര് രക്ഷപ്പെടുത്തില്ല. ഒരാള് വന്നുകൊണ്ട് പറയണം എന്നെ കോസ്റ്റ് ഗാർഡാണ് രക്ഷപ്പെടുത്തിയത്, ഒരാൾ വന്നുകൊണ്ട് പറയുന്നത്. അതാണ് നമ്മൾ എന്തൊക്കെ ചോദിക്കുമ്പോ അവര് പറയും, അവരുടെ റെക്കോർഡുണ്ട്. ഈ സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സാധനം വെസൽ ഇറക്കുന്നുണ്ട്, ഇത് ഇറക്കുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര പേരെ രക്ഷപ്പെടുത്തി? ഒരാൾ വന്നിട്ട് പറയൂ എന്നെ ഇവരാണ് രക്ഷപ്പെടുത്തിയത്, ഒരു ഓഫീസേഴ്സാണ് രക്ഷപ്പെടുത്തിയത്, കടലിലുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് എന്റെ പപ്പ കടലിൽ തിരിച്ചു വരാനായി ഇല്ല. ആരെയും കുറ്റപ്പെടുത്താൻ ഇത് ചെയ്യുന്നില്ല, കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ സിസ്റ്റത്തിൽ അഴിച്ചുപണി നടത്തണം, സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യണം. എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ വന്ന്. അപ്പൊ കടലിലുള്ള മത്സ്യത്തൊഴിലാളികൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലുള്ളവർക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ അവരുടെ ടൂ വേ കമ്മ്യൂണിക്കേഷൻ, അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്നവർക്ക് വിളിക്കണം എന്ന് പറയില്ല, അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ഓഫീസ് അവിടെ ഉണ്ടായിട്ട് അവിടെ നിന്ന് 24 മണിക്കൂറും മോണിറ്റർ, കടലിൽ പണിക്ക് പോകുന്നവരെ മോണിറ്റർ ചെയ്യാനും അവരുടെ അടുത്ത് ഇൻഫർമേഷൻസ് കൊടുക്കാനും ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലോ. കടൽ പണിക്ക് പോകുന്ന വള്ളത്തിലൊക്കെ ചെറുകിട വള്ളങ്ങളിലൊക്കെ പണിക്ക് പോകുന്നവരുടെ അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നെങ്കിലോ. ഒഴുക്കുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒഴുക്കുകൾ ഇന്ന ദിശയിൽ ഒരു സാധനം എത്ര ദൂരം ഈ ദിശയിലോട്ട്, ഇന്ന സ്ഥലത്ത് വെച്ച് പോയ സാധനം ഇത്ര ദൂരത്ത് എത്ര സ്പീഡിൽ ഓടിക്കാണും എന്ന വിവരങ്ങളൊന്നും ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. വിഴിഞ്ഞത്തുനിന്ന് ചിലപ്പോ പൂന്തറ പോവും, വിഴിഞ്ഞത്തുനിന്ന് നമ്മള് പല ഭാഗങ്ങളിലോട്ടും ജോലിക്ക് പോകും. ഇപ്പൊ മുതലപ്പുഴയിൽ നിന്ന് ഇപ്പൊ കാറ്റും കാര്യങ്ങളും വന്നാൽ ചിലപ്പോ വിഴിഞ്ഞത്ത് വന്ന് അവര് ഇവിടെ നിന്ന് പോകും. ചിലപ്പോ ചാവക്കാട് എന്ന് പറയുമ്പോ തൃശ്ശൂർ ഭാഗം ചാവക്കാട്, അവിടെ നിന്നൊക്കെ ജോലിക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോ ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോ ഈ ഹാർബർ എന്തിനാ വെച്ചിരിക്കുന്നത്? ഒരു എന്ന് വെച്ചാൽ ഒരു ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറയുമ്പോ അത് സേഫ് ആയിട്ട് പോവുക, സേഫ് ആയിട്ട് വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഹാർബറും കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ
ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എത്ര മരണങ്ങൾ അവിടെ സംഭവിച്ചു, എത്ര ജീവനുകൾ പൊലിഞ്ഞു. ഇന്നും 3 ആൾക്കാരെ കിട്ടാനില്ല. അതിനാണ് നമ്മൾ ചോദിക്കുന്നത്. അലേർട്ട് തരുന്നത് നിങ്ങൾ അതിനുള്ള റെമഡി എടുക്കുന്നു, ഇല്ലെങ്കിൽ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള വെതർ സിസ്റ്റം, അക്യുറേറ്റ് ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ ഇന്നലെ അടിക്കുമെന്ന് തുടങ്ങിയ ചുഴലിക്കാറ്റുണ്ട്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇന്ന് കാണുന്നത് മനസ്സിലോ ഇവര് പറയുന്നതല്ലേ, നാളെ ഇപ്പൊ ഇവര് പറയുമ്പോ അടിക്കില്ല, നമുക്ക് പോയി നോക്കാം, കാറ്റടിക്കുമെങ്കിൽ നമുക്ക് വരാം. അങ്ങനത്തെ രീതിയിലാണ് അവര് പോകുന്നത്. ഇത് പറയുമ്പോ നമ്മള് ഇൻഫോർമേഷൻ കൊടുത്ത് കടലിൽ പണി ചെയ്യണമെന്ന് തന്നെ അറിയാം അതിന്റെ വേദന എന്തായിരുന്നു. പണി ചെയ്യാത്ത കുറേമാര് അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയും, കമന്റ് ഇട്ടിട്ട് ഇരിക്കും. ജോലി ചെയ്യണവനെ തന്നെ അറിയാം, അവിടെ സാധ്യത ജീവിക്കണവനെ അറിയാം അതിന്റെ വേദന എന്തായിരുന്നു. 2 മീറ്റർ ഒന്ന് നീന്തി കാണിക്കാൻ പറ, അല്ലെങ്കിൽ 2 മീറ്റർ ഒന്ന് നടന്ന് കാണിക്കാൻ പറ. അവനെ കൊണ്ട് വെച്ചില്ല. കുറച്ച് ഉപ്പ് കാറ്റടിച്ചാൽ തിരിച്ചു പോകണം.